Dear students, in the last class you were introduced to a new algebraic structure called Boolean algebra. We discussed some basic properties of the structure, and today we start with a new definition which is lattice. Let x less than or equal to be a poset, a partially ordered set, and x comma y belong to capital X. Then the supremum and infimum of the set xy are called the join and meet of x and y, denoted by x join y and x meet y. Capital X ഒരു partially ordered set ആണ് together with the relation less than or equal to. ഇതിൽ സെറ്റിൽ നിന്ന് രണ്ട് എലമെൻറ്റ്സ് നമ്മൾ എടുക്കുന്നു. ഈ രണ്ട് എലമെൻറ്റ്സിൻ്റെ സുപ്രീമം എന്താണോ അതിനെ നമ്മൾ ഈ രണ്ട് എലമെൻറ്റ്സിൻ്റെ ജോയിൻ എന്നും രണ്ട് എലമെൻറ്റ്സിൻ്റെ ഇൻഫീമത്തിനെ നമ്മൾ ഈ രണ്ട് എലമെൻറ്റ്സിൻ്റെ മീറ്റ് എന്നും പറയുന്നു. ഈ കാണുന്ന സിമ്പിൾസ് കൊണ്ടാണ് ജോയിനും മീറ്റും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. A poset in which every pair of elements has a meet and join is called a lattice. ഒരു പോസറ്റിലുള്ള പാർഷ്യലി ഓർഡർഡ് സെറ്റിലെ ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്താലും നമുക്ക് അവയുടെ മീറ്റും ജോയിനും കണ്ടുപിടിക്കാനാവുമെങ്കിൽ such a poset is called a lattice. The Hesse diagram of a lattice is called a lattice diagram. Hesse diagram വരയ്ക്കുന്ന മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒരു പോസറ്റിൻ്റെ ഹെസ്സി ഡയഗ്രമാണ് നമ്മളവിടെ വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഒരു ലാറ്റിസിൻ്റെ ഹെസ്സി ഡയഗ്രമാണ് നമ്മൾ വരയ്ക്കണമെങ്കിൽ അതിനെ നമ്മൾ ലാറ്റിസ് ഡയഗ്രം എന്ന് വിളിക്കുന്നു. Now let x plus dot dash be a Boolean algebra, and if x comma y belong to capital X, we say x less than or equal to y if x dot y dash equal to 0. നമ്മളിവിടെ ഒരു പ്രത്യേക റിലേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുന്ന ഈ വിധത്തിലാണ്. ഈ ബൂളിയൻ ഓൾജിബ്രയിൽ എക്സ് പ്ലസ് ഡോട്ട് ഡാഷ് എന്ന ബൂളിയൻ ഓൾജിബ്രയിലുള്ള രണ്ട് എലമെൻറ്റ്സ് നമ്മളെടുത്താൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ അഥവാ എക്സ് റിലേറ്റഡ് ടു വൈ വിത്ത് റെസ്പെക്ട് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇഫ് എക്സ് ഡോട്ട് വൈ ഡാഷ് ഈക്വൽ ടു 0. ഇവിടെ ഡോട്ടും വൈ ഡാഷും ബൂളിയൻ ഓൾജിബ്രയിലുള്ള രണ്ട് ഓപ്പറേഷൻസ് ആണ്. സോ എക്സ് ഡോട്ട് വൈ ഡാഷ് ചെയ്താൽ 0 ലഭിക്കുകയാണെങ്കിൽ, അതായത് അഡിറ്റീവ് ഐഡി അഡിഷൻ പ്രകാരമുള്ള ഐഡൻറ്റിറ്റി ലഭിക്കുകയാണെങ്കിൽ വി സേ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. The relation less than or equal to defined above makes x less than or equal to into a lattice. അതായത് നമുക്കൊരു ബൂളിയൻ ഓൾജിബ്ര തന്നിരുന്നാൽ അതിൽ നമുക്ക് ഇത്തരത്തിൽ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഈ റിലേഷൻ ഈ ബൂളിയൻ ഓൾജിബ്രയിലുള്ള സെറ്റിനെ ക്യാപിറ്റൽ എക്സ് ടുഗദർ വിത്ത് ദിസ് റിലേഷൻ ഒരു ലാറ്റിസ് ആക്കി മാറ്റുന്നു. ലാറ്റിസ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ലാറ്റിസ് ഒരു പോസറ്റാണ്. പോസറ്റിലുള്ള ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്താലും അതിന് മാക്സിമം ആൻഡ് മിനിമം എലമെൻറ്റ്സ് ഉണ്ട് എന്നർത്ഥം. അങ്ങനെയുള്ള പോസറ്റ്സുകളെയാണ് നമ്മൾ ലാറ്റിസ് എന്ന് വിളിക്കുന്നത്. സോ ഒരു ബൂളിയൻ ഓൾജിബ്രയോട് കൂടി ഇത്തരത്തിലൊരു റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എക്സ് ടുഗദർ വിത്ത് ദിസ് റിലേഷൻ ബിക്കംസ് എ ലാറ്റിസ്. ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദ തിയറം ഹിയർ. മോറോവർ 0 and 1 ആർ ദ മിനിമം ആൻഡ് മാക്സിമം എലമെൻറ്റ്സ് ഓഫ് ദിസ് ലാറ്റിസ്. നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ഒരു ലാറ്റിസ് ആണെന്നാണ്. ലാറ്റിസ് ആവണമെങ്കിൽ ആദ്യം ഒരു പോസറ്റ് ആണെന്ന് കാണിക്കണം. സോ വിൽ പ്രൂവ് റിഫ്ലെക്സിവിറ്റി, ട്രാൻസിറ്റിവിറ്റി ആൻഡ് ആൻറ്റിസിമെട്രി. ഓക്കെ, സോ റിഫ്ലെക്സിവിറ്റി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ക്ലിയർലി ട്രൂ ബിക്കോസ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എക്സ് ഡോട്ട് എക്സ് ഡാഷ് ഈക്വൽ ടു 0 ആണോ എന്നാണ്. ബൂളിയൻ ഓൾജിബ്രയുടെ പ്രോപ്പർട്ടി പ്രകാരം എക്സ് ഡോട്ട് എക്സ് ഡാഷ് ഈക്വൽ ടു 0 ആണ് നമുക്കറിയാം. സോ റിഫ്ലെക്സിവിറ്റി ഹോൾഡ്സ്. അടുത്തതായിട്ട് ട്രാൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യണം. ദാറ്റ് ഈസ് വി വിൽ ടേക്ക് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആൻഡ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെറ്റ്. കണ്ടീഷൻ പ്രകാരം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആവണമെങ്കിൽ എക്സ് ഡോട്ട് വൈ ഡാഷ് 0 ആവണം. വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെറ്റ് ആവണമെങ്കിൽ വൈ ഡോട്ട് സെറ്റ് ഡാഷ് 0 ആവണം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെറ്റ് എന്നാണ്. സോ വി കൺസിഡർ എക്സ് ഡോട്ട് സെറ്റ് ഡാഷ്. ഇത് 0 ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെറ്റ്. എക്സ് ഡോട്ട് സെറ്റ് ഡാഷിനെ നമുക്ക് എക്സ് ഡോട്ട് 1 ഡോട്ട് സെറ്റ് ഡാഷ് എന്ന് എഴുതാം. കാരണം എക്സ് ഡോട്ട് 1 ഈക്വൽ ടു എക്സ് ആണ്. നൗ ദിസ് ഈക്വൽ ടു എക്സ് ഡോട്ട് 1ന് പകരം നമ്മൾ വൈ പ്ലസ് വൈ ഡാഷ് എന്ന് എഴുതുന്നു. ഡോട്ട് സെറ്റ് ഡാഷ് വൈ പ്ലസ് വൈ ഡാഷ് 1 ആയതുകൊണ്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എ സെറ്റ് ടേക്കിംഗ് യൂണിയൻ വിത്ത് ഇറ്റ്സ് കോംപ്ലിമെൻറ്റ്. ഒരു സെറ്റും അതിൻ്റെ കോംപ്ലിമെൻറ്റും എടുത്തു കഴിഞ്ഞാൽ ഹോൾ സെറ്റ് ആണ് കിട്ടുക. ഹോൾ സെറ്റിനെയാണ് നമ്മൾ 1 എന്നുള്ള നൊട്ടേഷൻ കൊണ്ട് സൂചിപ്പിക്കേണ്ടത് ബൂളിയൻ ഓൾജിബ്രയിൽ. സോ ദിസ് ഈസ് ആക്ച്വലി ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ ഡോട്ട് സെറ്റ് ഡാഷ് പ്ലസ് എക്സ് ഡോട്ട് വൈ ഡാഷ് ഡോട്ട് സെറ്റ് ഡാഷ്. നമ്മൾ മുമ്പ് പറഞ്ഞ പ്രകാരം എക്സ് ഡോട്ട് വൈ ഡാഷ് 0 ആണ്. ഹിയർ ഇറ്റ് ഈസ് എക്സ് ഡോട്ട് വൈ ഡാഷ്. വൈ ഡോട്ട് സെറ്റ് ഡാഷ് ഹിയർ ഇറ്റ് ഈസ് 0. Therefore we have x dot 0 plus 0 dot z dash and x dot 0 equal to 0, 0 dot z dash equal to 0. So the sum is equal to 0. So we proved that x dot z dash equal to 0.
In other words, x is less than or equal to z. So transitivity is also holding. Now we have to check the anti-symmetry property. For that we assume that x is less than or equal to y and y less than or equal to x. We have to show that x equal to y. Since x less than or equal to y, x dot y dash equal to 0. Since y less than or equal to x, y dot x dash equal to 0. Now to show that x equal to y, so we start with x. X equal to x dot 1. In the place of 1, I may write y plus y dash. So applying the distributive property, x dot y plus x dot y dash. Okay, here x dot y dash equal to 0. So we get x dot y plus 0, that's equal to x dot y. Similarly, you can prove that y also equal to x dot y. Actually, we get y equal to y dot x. Since operation dot is commutative, y dot x equal to x dot y. So x and y both equal to x dot y. So we may conclude that x equal to y. So x less than or equal to y and y less than or equal to x implies x equal to y. So the relation we defined here is reflexive, transitive and anti-symmetric. Therefore, we can conclude that the set x together with the relation less than or equal to is a poset. Now we have to show that if we take any two elements of this set, it has a maximum and minimum element. Then it becomes a lattice. So to verify the lattice properties, we take two elements x and y belong to capital X. We claim that x plus y is the join and x dot y is the meet of x and y. ജോയിനും മീറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ പോസിറ്റിന് ലാറ്റിസ് എന്ന് വിളിക്കുന്നത്. ഏത് രണ്ട് എക്സ് വൈ എടുത്താലും അവയുടെ ജോയിനും മീറ്റും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് പോസിറ്റ് ഇസ് കോൾഡ് എ ലാറ്റിസ്. സോ ലാറ്റിസ് ആണെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് എലമെൻറ്റ്സ് എടുത്തു. ഇവിടെ ജോയിൻ എക്സ് പ്ലസ് വൈ ആണെന്നും മീറ്റ് എക്സ് ഡോട്ട് വൈ ആണെന്നുമാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ജോയിൻ എന്ന് പറയുന്നത് ഈ രണ്ട് എലമെൻറ്റ്സിൻ്റെ സുപ്രീമത്തിനെയാണ്. സോ വി ചെക്ക് whether this x plus y is the supremum of the set xy. For that, first we will show that x is less than or equal to x plus y and y is less than or equal to x plus y. അതായത് x plus y എന്നത് സെറ്റ് എക്സ് വൈ ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. സെറ്റ് എക്സ് വൈയുടെ ഒരു അപ്പർ ബൗണ്ടാണ് എക്സ് പ്ലസ് വൈ എന്ന് നമ്മൾ ആദ്യം പ്രൂവ് ചെയ്യുന്നു. അതിനുശേഷം മറ്റ് ഏതൊരു അപ്പർ ബൗണ്ട് എടുത്താലും അത് എക്സ് പ്ലസ് വൈയേക്കാൾ വലുതായിരിക്കും, അതായത് മിനിമം ലീസ്റ്റ് പോസിബിൾ അപ്പർ ബൗണ്ട് എക്സ് പ്ലസ് വൈ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് ഈ സെറ്റിൻ്റെ ലീസ്റ്റ് അപ്പർ ബൗണ്ട് അല്ലെങ്കിൽ സുപ്രീമം എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് വി ഷോ ദാറ്റ് എക്സ് പ്ലസ് വൈ ഇസ് ദ അപ്പർ ബൗണ്ട് ഓഫ് സെറ്റ് എക്സ് വൈ. ഓക്കെ, ഫോർ ദാറ്റ് വി കൺസിഡർ എക്സ് ഡോട്ട് എക്സ് പ്ലസ് വൈ ഡാഷ്. സോ ദിസ് ഈക്വൽ ടു എക്സ് ഡോട്ട് എക്സ് പ്ലസ് വൈ ഡാഷ് ഈക്വൽ ടു എക്സ് ഡാഷ് ഡോട്ട് വൈ ഡാഷ് ബൈ ഡി മോർഗൻസ് ലോസ്. ആൻഡ് വാട്ട് ഇസ് x dot x dash? Here we can use the associative property and we may write x dot x dash dot y dash, and x dot x dash is 0. So we have 0 dot y dash equal to 0. So we proved that x dot x plus y dash equal to 0. By definition, if x dot y dash equal to 0, then x is less than or equal to y. Here x dot x plus y dash equal to 0. So we have x is less than or equal to x plus y. Similarly, you can show that y is also less than or equal to x plus y, and clearly x plus y is an upper bound of set xy. Now we will show that if we take any other upper bound, it will be greater than this upper bound. So let set be any other upper bound of set xy. That is, x is less than or equal to set and y is less than or equal to set. Since x less than or equal to set, x dot z dash equal to 0. Since y less than or equal to z, y dot z dash equal to 0. Less than or equal to നമ്മൾ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെഡ് എന്നാണ്. അതായത് എക്സ് പ്ലസ് വൈ ഡോട്ട് സെഡ് ഡാഷ് എടുത്താൽ 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. സോ വി കൺസിഡർ എക്സ് പ്ലസ് വൈ ഡോട്ട് സെഡ് ഡാഷ്, ദാറ്റ്സ് ഈക്വൽ ടു എക്സ് ഡോട്ട് സെഡ് ഡാഷ് പ്ലസ് വൈ ഡോട്ട് സെഡ് ഡാഷ്. Since both of these are zeros, this sum equal to 0. So we have x plus y dot z dash equal to 0. In other words, x plus y less than or equal to z. So x plus y set xy യുടെ upper bound ആണ് നമ്മൾ പ്രൂവ് ചെയ്തു, അത് least upper bound ആണെന്നും പ്രൂവ് ചെയ്തു. Therefore x plus y is the supremum of set xy, or it is the join of x and y. സിമിലർ പ്രൂഫ് ഉപയോഗിച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും എക്സ് ഡോട്ട് വൈ ഇസ് ദ മീറ്റ് ഓഫ് എക്സ് ആൻഡ് വൈ. ഇവിടെ നമ്മൾ സുപ്രീമം ആണ് ഡിസ്കസ് ചെയ്തത്, അതുപോലെ നമ്മൾ ഇൻഫീമം ഡിസ്കസ് ചെയ്യുക. എക്സ് ഡോട്ട് വൈ ആണ് സെറ്റ് എക്സ് വൈയുടെ ഇൻഫീമം എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം.
ഇനി തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുള്ളത് ആ സെറ്റിൻ്റെ അപ്പർ ബൗണ്ടായിട്ട് മാക്സിമം എലിമെൻ്റ് ആയിട്ട് വരുന്നത് 1 ആയിരിക്കുമെന്നും മിനിമം എലിമെൻ്റ് ആയിട്ട് വരുന്നത് 0 ആയിരിക്കുമെന്നും പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. So we take an element x belong to capital X, clearly 0 dot x dash equal to 0. Hence 0 is less than or equal to x for all x belong to capital X. So 0 is the minimum element of x. Minimum element in the definition പറഞ്ഞത് ആ എലമെന്റ് ആ സെറ്റിൽ ഉണ്ടായിരിക്കണം. Then that element should be less than or equal to x for all x belong to capital X. രണ്ട് കണ്ടീഷനും 0യുടെ കേസിൽ ശരിയാവുന്നുണ്ട്. Therefore 0 is the minimum element of x. Similarly 1 maximum element ആണെന്ന് കാണിക്കാൻ we start with x dot 1 dash. Okay, 1 dash എന്ന് പറയുന്നത് 1ന്റെ കോംപ്ലിമെൻ്റ് ആയിട്ട് കാണാം 0 ആണ്. സോ വി ഹാവ് എക്സ് ഡോട്ട് 0 ആൻഡ് എക്സ് ഡോട്ട് 0 ഈക്വൽ ടു 0. സോ എക്സ് ഡോട്ട് 1 ഡാഷ് 0 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഫോർ ഓൾ എക്സ് ബിലോങ് ടു ക്യാപിറ്റൽ എക്സ്. ഹിയർ വി ടേക്ക് എൻ ആർബിട്രറി എലമെന്റ് എക്സ് ബിലോങ് ടു ക്യാപിറ്റൽ എക്സ്. സോ എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഫോർ ഓൾ എക്സ് ബിലോങ് ടു ക്യാപിറ്റൽ എക്സ്. ഇൻ അനദർ വേർഡ്സ് 1 ഇസ് ദ മാക്സിമം എലിമെന്റ് ഓഫ് എക്സ്. സോ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് നമുക്കൊരു ബൂളിയൻ ആൾജിബ്ര തന്നിരുന്നാൽ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ലാറ്റിസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ബൂളിയൻ ആൾജിബ്രയിലുള്ള ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് അഡിഷൻ, ഡോട്ട്, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് കോംപ്ലിമെൻറ്റ്, ഡാഷ് ആണ്. സോ നമ്മൾ ഇതിൽ നിന്ന് സെറ്റ് എക്സ് എടുക്കുന്നു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന ഒരു റിലേഷൻ, നമ്മൾ ബൈനറി ഓർഡർ റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഏത് തരത്തിലാണ് ഡിഫൈൻ ചെയ്യുന്നത്? എക്സ് വൈ ബിലോങ് ടു ക്യാപിറ്റൽ എക്സ് എടുത്താൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ഇഫ് എക്സ് ഡോട്ട് വൈ ഡാഷ് ഈക്വൽ ടു 0. ഈ ഡോട്ടും വൈ ഡാഷും എല്ലാം തന്നെ ഡാഷും എല്ലാം തന്നെ ക്യാപിറ്റൽ എക്സ് ബൂളിയൻ ആൾജിബ്രയിലുള്ള ഓപ്പറേഷൻസ് ആണ്. ആ ഓപ്പറേഷൻസ് പ്രകാരം എക്സ് ഡോട്ട് വൈ ഡാഷ് ഈക്വൽ ടു 0 ആവുകയാണെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആയിരിക്കും. ഇത്തരത്തിൽ നമ്മളൊരു റിലേഷൻ ഡിഫൈൻ ചെയ്താൽ വി പ്രൂവ്ഡ് ദാറ്റ് the set x together with less than or equal to is a poset, and also if we take any two elements of x, the set xy has a maximum and supremum and infimum. Okay, അതിൽ സുപ്രീമം ആയിട്ട് വരുന്നത് x plus y ആയിരിക്കുമെന്നും ഇൻഫിമം ആയിട്ട് വരുന്നത് x dot y ആയിരിക്കുമെന്നും നമ്മൾ പ്രൂവ് ചെയ്തു. സോ x plus y is the join of x and y, x dot y is the meet of x and y. പിന്നെ നമ്മൾ പ്രൂവ് ചെയ്തത് ഈ കാണുന്ന ലാറ്റിസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മിനിമം എലമെൻറ്റ് എക്സിലുള്ള അഡിറ്റീവ് ഐഡൻറ്റിറ്റി ആയ 0 ആയിരിക്കും. ഇതിൽ മാക്സിമം എലമെൻ്റ് എന്ന് പറയുന്നത് എക്സിലുള്ള മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആയ 1 ആയിരിക്കും. സോ വി ഹാവ് എ റിമാർക്ക് ഹിയർ, എവരി ബൂളിയൻ ആൾജിബ്ര ഗീവ് റൈസ് ടു എ ലാറ്റിസ്, ബട്ട് there may be lattices which cannot be obtained from a Boolean algebra. ഇപ്പം നമ്മൾ പറഞ്ഞത് ഒരു ബൂളിയൻ ആൾജിബ്ര തന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ലാറ്റിസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ ലാറ്റിസുകളും ബൂളിയൻ ആൾജിബ്രയിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്യപ്പെടാവുന്നവ ആവണം എന്നില്ല. ബട്ട് എ ബൗണ്ടഡ് ലാറ്റിസ് വിത്ത് എ കപ്പിൾ ഓഫ് പ്രോപ്പർട്ടീസ് അറൈസ് ഫ്രം എ ബൂളിയൻ ആൾജിബ്ര. എല്ലാ ലാറ്റിസുകളും ബൂളിയൻ ആൾജിബ്രയിൽ നിന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ലാറ്റിസുകൾ ആവണമെന്നില്ല. പക്ഷേ ഒരു ബൗണ്ടഡ് ലാറ്റിസിന് ചില പ്രത്യേക പ്രോപ്പർട്ടീസ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ദാറ്റ് ബൗണ്ടഡ് ലാറ്റിസ് അറൈസ് ഫ്രം എ പെർട്ടിക്കുലർ ബൂളിയൻ ആൾജിബ്ര. Now we have a definition. Let x less than or equal to be a bounded lattice with 0 and 1 as its minimum and maximum elements. Then x is called complemented if for all x belong to capital X, there exists some y belong to x such that x join y equal to 1 and x meet y equal to 0. Any such y is called a complement of x. ഒരു ബൗണ്ടഡ് ലാറ്റിസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിൽ മിനിമം എലിമെൻറ്റ് 0 ആണ്, മാക്സിമം എലിമെൻറ്റ് 1 ആണ്. ദെൻ ക്യാപിറ്റൽ എക്സ് എപ്പോഴാണ് കോംപ്ലിമെൻറ്റഡ് ആണ് എന്ന് പറയുന്നത്? ക്യാപിറ്റൽ എക്സിലുള്ള ഏതൊരു എലമെൻറ്റ് നമ്മൾ എടുത്താലും നമുക്ക് ഇത്തരത്തിൽ y എന്ന ഒരു എലമെൻറ്റ് കൂടെ എക്സിൽ കണ്ടുപിടിക്കാൻ പറ്റണം. എന്ത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം? എക്സ് ജോയിൻ y ചെയ്താൽ നമ്മൾ മുമ്പ് പറഞ്ഞ 1ഉം എക്സ് മീറ്റ് y ചെയ്താൽ 0യും കിട്ടുന്ന വിധത്തിൽ. ഓക്കെ, സോ ഫോർ എനി എക്സ് ബിലോങ് ടു എക്സ് ദർ എക്സിസ്റ്റ് എ y സാറ്റിസ്ഫൈങ് ദീസ് ടു കണ്ടീഷൻസ്. സച്ച് എ y ഇസ് കോൾഡ് എ കോംപ്ലിമെൻറ്റ് ഓഫ് എക്സ്. ഇത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പവർ സെറ്റിൻ്റെ കേസിൽ നമുക്ക് ഓർത്തിരിക്കാവുന്ന റിസൾട്ട് തന്നെയാണ്. നമ്മളൊരു ഹോൾ സെറ്റ് എക്സ് എടുത്തു, അതിൽ 2 സബ്സെറ്റ്സ്, അത് പവർ സെറ്റിലുള്ള, അതായത് ബൂളിയൻ ആൾജിബ്രയിലുള്ള 2 എലമെൻറ്റ്സ് ഞാൻ എടുത്തു എന്ന് വിചാരിക്കുക. പവർ സെറ്റ് ഓഫ് എക്സിലുള്ള 2 എലമെൻറ്റ്സ്, അതായത് 2 സബ്സെറ്റ്സ് ആണ്, എക്സിൻ്റെ 2 സബ്സെറ്റ്സ് ആണ് എയും ബിയും. ഓക്കെ, സോ ഏതൊരു സെറ്റ് നമുക്ക് എടുത്താലും നമുക്കതിന് കറസ്പോണ്ടിങ് ആയിട്ട് മറ്റൊരു സെറ്റ് കാണാൻ പറ്റും. സച്ച് ദാറ്റ് എ ജോയിൻ ബൈ, ജോയിൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ യൂണിയൻ ആയിട്ട് മനസ്സിൽ വിചാരിക്കുക. എ യൂണിയൻ ബി ചെയ്താൽ ഹോൾ സെറ്റും എ ഇൻ്റർസെക്ഷൻ ബി ചെയ്താൽ
എം ടി സെറ്റും കിട്ടുന്ന രീതിയിൽ നമുക്കൊരു ബി കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കറിയാം, കാരണം എ എന്ന സെറ്റിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അതായത് എക്സിലുള്ളതും എയിലില്ലാത്തതുമായ എലമെൻറ്റ്സ് എടുത്ത് എഴുതി കഴിഞ്ഞാൽ എ ഡാഷ് എ കോംപ്ലിമെൻ്റ് നമ്മൾ എഴുതിയാൽ എ യൂണിയൻ എ കോംപ്ലിമെൻ്റ് ചെയ്താൽ നമുക്ക് എക്സ് ലഭിക്കും. എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് ചെയ്താൽ നമുക്ക് എം ടി സെറ്റായ 5 ലഭിക്കും. അതിൻ്റെ ജനറലൈസേഷൻ ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. സോ നമുക്കിത് ഈ കാണുന്ന ലാറ്റിസിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമുക്കിവിടെ ഈ പവർ സെറ്റ് ആൾജിബ്രയെ പറയാൻ പറ്റും. ഇവിടെ അതിനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ഈ കാണുന്ന ബൗണ്ടഡ് ലാറ്റിസിൽ നിന്ന് ഏതൊരു എലമെൻ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന y നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ബൗണ്ടഡ് ലാറ്റിസ് ഇസ് കോൾഡ് കോംപ്ലിമെൻറ്റഡ് ആൻഡ് ദ കറസ്പോണ്ടിങ് y ഇസ് കോൾഡ് ദ കോംപ്ലിമെൻറ്റ് ഓഫ് x. ഈ കാണുന്ന പവർ സെറ്റിനെ ഉപയോഗിച്ച് ജനറലൈസ് ചെയ്തതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കോംപ്ലിമെൻറ്റ് എന്ന പേര് അതിന് കൊടുക്കാൻ കാരണം. Now let's have a theorem. Let x plus dot dash be a Boolean algebra. Then the corresponding lattice x less than or equal to is complemented and distributive. അതായത് ഒരു ബൂളിയൻ ആൾജിബ്ര തന്നിരുന്നാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ലാറ്റിസ് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് പറയാം. എങ്ങനെയാണ് ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡിഫൈൻ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. അതുപ്രകാരം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നത് ഒരു കോംപ്ലിമെൻറ്റഡ് ആയിട്ടുള്ള ഒരു ലാറ്റിസ് ആയിരിക്കും ആൻഡ് ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ്. കോൺവേഴ്സ്ലി, if x less than or equal to is bounded, complemented and distributive lattice, then there exists a Boolean algebra on x such that the partial order relation defined by this structure coincides with a given relation less than or equal to. അതായത് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ഏതൊരു ബൂളിയൻ ആൾജിബ്ര തന്നിരുന്നാലും നമുക്കതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ലാറ്റിസ് ഡിഫൈൻ ചെയ്യാൻ അറിയാം. പക്ഷേ എല്ലാ ലാറ്റിസസും ഒരു ബൂളിയൻ ആൾജിബ്രയിൽ നിന്നുണ്ടായി വരുന്ന ലാറ്റിസസ് ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമ്മൾ എടുക്കുന്ന ലാറ്റിസ് ബൗണ്ടഡ് ആയിരിക്കുകയും കോംപ്ലിമെൻറ്റഡ് ആയിരിക്കുകയും ഡിസ്ട്രിബ്യൂട്ടീവ് ആയിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ലാറ്റിസിനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ബൂളിയൻ ആൾജിബ്ര നമുക്ക് കണ്ടുപിടിക്കാനാവും. ഓക്കെ, ആ ബൂളിയൻ ആൾജിബ്ര കണ്ടുപിടിക്കാനാവുമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ ബൂളിയൻ ആൾജിബ്ര പ്രകാരം നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന റിലേഷൻ നമ്മളിവിടെ മുമ്പ് പറഞ്ഞു വെച്ചിട്ടുള്ള എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന ഈ ബൗണ്ടഡ് ലാറ്റിസ് റിലേഷനുമായിട്ട് കോയിൻസൈഡ് ചെയ്യും. അത്തരത്തിലൊരു ബൂളിയൻ ആൾജിബ്ര നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് അതിൻ്റെ വരുന്നത് റിസൾട്ട് പറയുന്നത്. സോ ലെറ്റ് us prove the theorem. So we have a lattice here. In the lattice x less than or equal to നമ്മൾ പറഞ്ഞു 2 എലമെൻറ്റ്സിനെ ജോയിൻ എന്ന് പറഞ്ഞാൽ 2 എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നതാണ്. എക്സ് പ്ലസ് വൈ ഇസ് ദ ജോയിൻ ഓഫ് എക്സ് ആൻഡ് വൈ. ദാറ്റ് ഇസ് ജോയിൻ ഇസ് പ്ലസ് ആൻഡ് മീറ്റ് ഇസ് ഡോട്ട്. Therefore x less than or equal to is complemented and distributive. കാരണം ലാറ്റിസിൽ നമ്മൾ ഡിഫൈൻ ചെയ്ത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഒരു ലാറ്റിസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 2 എലമെൻറ്റ്സിൻ്റെ ജോയിൻ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആണെന്നും മീറ്റ് എന്ന് പറയുന്നത് എക്സ് ഡോട്ട് വൈ ആണെന്നും നമ്മൾ പറഞ്ഞു. പക്ഷെ നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു റിലേഷൻ ഉണ്ട്. എക്സ് പ്ലസ് എക്സ് ഡാഷ് ചെയ്താൽ നമുക്ക് 1 ലഭിക്കും. എക്സ് ഡോട്ട് എക്സ് ഡാഷ് ചെയ്താൽ 0 ലഭിക്കും. അപ്പോൾ ഏതൊരു എക്സ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ഡാഷ് എന്ന എലമെൻറ്റ് എക്സിൻ്റെ കോംപ്ലിമെൻ്റ് ആയിരിക്കും. ദഫോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈസ് കോംപ്ലിമെൻറ്റഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ്. ഡിസ്ട്രിബ്യൂട്ടീവ് ആണെന്ന് പറയാൻ കാരണം ഈ കാണുന്ന ബൂളിയൻ ആൾജിബ്രയിൽ പ്ലസും ഡോട്ടും പരസ്പരം ഡിസ്ട്രിബ്യൂട്ടീവ് ആണെന്നുള്ളത് ബൂളിയൻ ആൾജിബ്രയുടെ പ്രോപ്പർട്ടി തന്നെ വരുന്ന കാര്യമാണ്. സോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈസ് കോംപ്ലിമെൻറ്റഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ്. Now suppose x less than or equal to is a bounded complemented distributive lattice with 0 and 1 as smallest and largest elements. We take 2 elements x and y belong to capital X and we define നമ്മളിവിടെ ഡിഫൈൻ ചെയ്യാണ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ് ജോയിൻ വൈ ആൻഡ് എക്സ് ഡോട്ട് വൈ ഈക്വൽ ടു എക്സ് മീറ്റ് വൈ. ദെൻ പ്ലസ് ആൻഡ് ഡോട്ട് ആർ കമ്മ്യൂട്ടേറ്റീവ് വിത്ത് 0 and 1 ആസ് ദ റെസ്പെക്റ്റീവ് ഐഡൻറ്റിറ്റീസ്. ഇവിടെ നമ്മുടെ മുമ്പിലുള്ളത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന ലാറ്റിസ് ആണ്. ആ ലാറ്റിസിൻ്റെ പ്രോപ്പർട്ടീസ് ബൗണ്ടഡ് ആണ്, കോംപ്ലിമെൻറ്റഡ് ആണ്, ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. ഓക്കെ, ദെൻ അതിൽ മിനിമം ആൻഡ് മാക്സിമം എലമെൻറ്റ്സ്, സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് എലമെൻറ്റ്സ് 0 and 1 ആണ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതുപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബൂളിയൻ ആൾജിബ്ര കൺസ്ട്രക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ആ ബൂളിയൻ ആൾജിബ്ര ജനറേറ്റ് ചെയ്യുന്ന ലാറ്റിസ്, അതായത് ആ ബൂളിയൻ ആൾജിബ്രയിലുള്ള പ്ലസും ഡോട്ടും ഡാഷും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്തെടുക്കാൻ പോകുന്ന ലാറ്റിസ് നമ്മൾ ഈ പറഞ്ഞ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന ലാറ്റിസ് തന്നെ ആവണം. അത്തരത്തിലാണ് നമ്മൾ ബൂളിയൻ ആൾജിബ്ര കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. സോ സ്വാഭാവികമായി നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യേണ്ടി വരും? എക്സ് പ്ലസ് വൈ, പ്ലസും ഡോട്ടും ഡാഷും എന്താണെന്ന് നമ്മൾ പറയണം ബൂളിയൻ ആൾജിബ്ര ഡിഫൈൻ ചെയ്യുമ്പോൾ. എക്സ് പ്ലസ് വൈ ആയിട്ട് നമ്മൾ എക്സ് ജോയിൻ വൈയും എക്സ് ഡോട്ട് വൈ ആയിട്ട് എക്സ് മീറ്റ് വൈയും ഡിഫൈൻ ചെയ്യുന്നു. ഇതിങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പറഞ്ഞ ലാറ്റിസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നതൊരു ലാറ്റിസ് ആണ്. ലാറ്റിസ് ആണെങ്കിൽ അതിലുള്ള ഏത് 2 എലമെൻറ്റ്സ് നിങ്ങൾ എടുത്താലും അതിന് സുപ്രീമം ഉണ്ടാവും, ഇൻഫീമം ഉണ്ടാവും.
ആ സുപ്രീമത്തിനെയാണ് നമ്മൾ എക്സ് ജോയിൻ വൈ എന്ന് ഡിനോട്ട് ചെയ്തത്, ഇൻഫീമത്തിനെയാണ് എക്സ് മീറ്റ് വൈ എന്ന് ഡിഫൈൻ ചെയ്തത്. സോ നമ്മൾ ബൂളിയൻ ആൾജിബ്രയിലുള്ള പ്ലസും ഡോട്ടും ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് എക്സ് പ്ലസ് വൈ ആയിട്ട് എക്സിൻ്റെയും വൈൻ്റെയും സുപ്രീമം, സെറ്റ് എക്സ് വൈയുടെ സുപ്രീമമായ എക്സ് ജോയിൻ വൈയും എക്സ് ഡോട്ട് വൈ ആയിട്ട് എക്സ് മീറ്റ് വൈയും ഡിഫൈൻ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ പ്ലസും ഡോട്ടും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ബൂളിയൻ ആൾജിബ്രയിലുള്ള 0യും 1ഉം എന്താണെന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. സോ നമ്മൾ സാധാരണ ഇവിടെയുള്ള ഈ നമ്മൾ തന്നിരിക്കുന്ന ലാറ്റിസിലുള്ള സ്മോളസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് എലമെൻറ്റ്സ് ആണ് ഈ 0യും 1ഉം. ഈ 0യും 1ഉമാണ് നമ്മൾ ബൂളിയൻ ആൾജിബ്രയിലുള്ള റെസ്പെക്റ്റീവ് ഐഡൻറ്റിറ്റീസ് എന്നും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ബൂളിയൻ ആൾജിബ്രയുടെ എല്ലാ പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറയണം. ഡിസ്ട്രിബ്യൂട്ടിവിറ്റി പറയേണ്ട കാര്യമില്ല, കാരണം ഇവിടെ തന്നിട്ടുണ്ട് നമ്മൾ ലാറ്റിസ് ഡിസ്ട്രിബ്യൂട്ടീവ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടീസ് ദ. ഇനി നമുക്ക് ബൂളിയൻ ആൾജിബ്രയിലെ മൂന്നാമത്തെ ഓപ്പറേഷനായ ഡാഷ് എങ്ങനെ ഡിഫൈൻ ചെയ്യണമെന്ന് പറയണം. അതിനായിട്ട് ലാറ്റിസിൽ നമുക്ക് തന്നിട്ടുണ്ട് ലാറ്റിസ് കോംപ്ലിമെൻറ്റഡ് ആണ്, അതായത് ഏതൊരു എലമെൻ്റ് എടുത്താലും അതിന് ഒരു കോംപ്ലിമെൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. So we choose any one of the complement of x. For any x belong to capital X, we select any one complement of x and we denote it by x dash. So ഇപ്പോൾ നമ്മൾ ബൂളിയൻ ആൾജിബ്രയിലുള്ള പ്ലസ് എങ്ങനെ ചെയ്യണം, ഡോട്ട് എങ്ങനെ വേണം, ഡാഷ് എങ്ങനെ വേണം, ഇതെല്ലാം തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്തു കഴിഞ്ഞു. ബൂളിയൻ ആൾജിബ്രയിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. So this gives a Boolean algebra here. X plus dot dash എന്ന ഒരു Boolean algebra നമുക്ക് ലഭിച്ചു. ഈ Boolean algebrയിലുള്ള ഓപ്പറേഷൻസ് എല്ലാം തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ ലാറ്റിസിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്, ഒരു Boolean algebra തന്നിരുന്നാൽ അത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ലാറ്റിസ് കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്കറിയാം. എങ്ങനെയാണ് നമ്മൾ അതിലുള്ള റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന ഓൾറെഡി ഒരു റിലേഷൻ നമ്മളെ മുമ്പിൽ ഉള്ളതുകൊണ്ട് നൊട്ടേഷൻ നമ്മൾ ഇത്തരത്തിൽ മാറ്റാണ്. റിലേറ്റഡ് ടു എന്നുള്ള ഈ ഒരു സിമ്പിൾ നമുക്ക് ഉപയോഗിക്കാം. സോ ദിസ് റിലേഷൻ ബി ദ പാർഷ്യൽ ഓർഡർ ഓൺ ക്യാപിറ്റൽ എക്സ് ഇൻഡ്യൂസ്ഡ് ബൈ ദ ബൂളിയൻ ആൾജിബ്ര. ബൂളിയൻ ആൾജിബ്ര ഇൻഡ്യൂസ് ചെയ്യുന്ന റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്ത് ഏത് വിധത്തിലായിരുന്നു? ഫോർ എനി എക്സ് വൈ ബിലോങ് ടു ക്യാപിറ്റൽ എക്സ്, എക്സ് ഇസ് റിലേറ്റഡ് ടു വൈ ഇഫ് എക്സ് ഡോട്ട് വൈ ഡാഷ് ഈക്വൽ ടു 0. സോ ഈ കാണുന്ന റിലേഷൻ, ഈ സിംബലി റിലേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എക്സ് ഡോട്ട് വൈ ഡാഷ് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് റിലേറ്റഡ് ടു വൈ ആയിരിക്കും എന്നാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഈ റിലേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന റിലേഷനുമായി കോയിൻസൈഡ് ചെയ്യുന്നു എന്നാണ്. അതായത് എക്സ് റിലേറ്റഡ് ടു വൈ ആണെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആയിരിക്കും, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണെങ്കിൽ എക്സ് റിലേറ്റഡ് ടു വൈ ആയിരിക്കും. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദിസ് റിലേഷൻ കോയിൻസൈഡ്സ് വിത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഓർ ഇൻ അതർ വേർഡ്സ് ദ Boolean algebra we defined here produces the same lattice we start with. Okay, so we suppose x related to y, that is x dot y dash equal to 0. We have to show that x is less than or equal to y. Okay, we start with x equal to x dot 1, this equal to x dot, in the place of 1 we have y plus y dash. By distributive property we have x dot y plus x dot y dash, and here since x dot y dash equal to 0 we have this equal to x dot y. So as per our definition, x dot y equal to x meet y. Dot നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എക്സിൻ്റെയും വൈൻ്റെയും മീറ്റ് ആയിട്ടാണ്. സോ വി ഹാവ് എക്സ് ഈക്വൽ ടു എക്സ് മീറ്റ് വൈ. ബട്ട് എക്സ് മീറ്റ് വൈ മീൻസ് ഇറ്റ് ഇസ് എ ഇൻഫീമം ഓഫ് ദ സെറ്റ് എക്സ് വൈ. സോ എക്സ് മീറ്റ് വൈ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. സോ വി മേ കൺക്ലൂഡ് ദാറ്റ് എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. Conversely, we start with x less than or equal to y. So we have x equal to x meet y, y x equal to x meet y. x set x y എന്ന രണ്ട് എലമെൻറ്റ്സ് ഉള്ള സെറ്റിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണ് എങ്കിൽ അത് സെറ്റിൻ്റെ ഇൻഫീമം എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. സോ എക്സ് മീറ്റ് വൈ ഈക്വൽ ടു എക്സ്. പക്ഷേ മീറ്റ് നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം ഡോട്ടാണ്. സോ ദിസ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ. സോ വി കൺസിഡർ എക്സ് ഡോട്ട് വൈ ഡാഷ്, കാരണം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സ് റിലേറ്റഡ് ടു വൈ ആണ്. എപ്പോഴാണ് എക്സ് റിലേറ്റഡ് ടു വൈ ആവുക? എക്സ് ഡോട്ട് വൈ ഡാഷ് ഈക്വൽ ടു 0 ആകുമ്പോഴാണ്. സോ വി സ്റ്റാർട്ട് വിത്ത് എക്സ് ഡോട്ട് വൈ ഡാഷ്. ദിസ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ ഡാഷ്, കാരണം എക്സ് ഈക്വൽ ടു എക്സ് ഡോട്ട് വൈ ആണ് നമ്മൾ തൊട്ട് മുമ്പ് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് വാട്ട് ഈസ് വൈ ഡോട്ട് വൈ ഡാഷ്? വൈ ഡോട്ട് വൈ ഡാഷ് ഈക്വൽ ടു 0. സോ വി ഹാവ് എക്സ് ഡോട്ട് 0 ഇസ് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് ദാറ്റ് എക്സ് ഡോട്ട് വൈ ഡാഷ് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് എക്സ് റിലേറ്റഡ് ടു വൈ. സോ എക്സ് റിലേറ്റഡ് ടു വൈ ആണെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണ്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആണെങ്കിൽ എക്സ് റിലേറ്റഡ് ടു വൈ ആണ്. അതായത് നമ്മൾ ബൂളിയൻ ആൾജിബ്ര, ഇപ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ബൂളിയൻ ആൾജിബ്ര പ്രകാരം കൺസ്ട്രക്റ്റ് ചെയ്യപ്പെടുന്ന ലാറ്റിസ്, ആ ലാറ്റിസിലുള്ള ഓർഡർ റിലേഷൻ എന്ന് പറയുന്നത് ഈ ബൂളിയൻ ആൾജിബ്ര ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച ഒരു ഓർഡർ റിലേഷൻ ഉണ്ടായിരുന്നു. അതേ ഓർഡർ റിലേഷൻ തന്നെയാണ് ഈ ബൂളിയൻ ആൾജിബ്ര കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ലാറ്റിസിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്.
സോ നമ്മളിവിടെ പ്രൂവ് ചെയ്തത് ഒരു ബൂളിയൻ ആൾജിബ്ര തന്നിരുന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ലാറ്റിസ് ഡിഫൈൻ ചെയ്യാം. ഒരു ലാറ്റിസ് ഒരു പ്രത്യേക ബൂളിയൻ ആൾജിബ്രയിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് വരണമെങ്കിൽ ആ ലാറ്റിസിന് കുറച്ച് പ്രോപ്പർട്ടീസ് കൂടെ ഉണ്ടായിരിക്കണം. ആ പ്രോപ്പർട്ടീസ് ആണ് ആക്ച്വലി ഈ തിയറത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. ദ പ്രോപ്പർട്ടീസ് ആർ ദ ലാറ്റിസ് ഷുഡ് ബി ബൗണ്ടഡ്, കോംപ്ലിമെൻറ്റഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ലാറ്റിസ് ഒരു പ്രത്യേക ബൂളിയൻ ആൾജിബ്രയിൽ നിന്ന് ജനറേറ്റ് ചെയ്ത് വരുന്ന ലാറ്റിസ് ആയിരിക്കും.